പ്രൈസ് ദ ലോർഡ്. ഐശ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ ഒരു പരാതി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. പിന്നീട് അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോഴേക്കും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ നിരവധിയായിട്ടുള്ള കാഴ്ചകളും ബലികളും എനിക്ക് സ്വീകാര്യമല്ല, നിങ്ങളുടെ ഉൾനിറച്ച് പാപമാണ്, എനിക്ക് പാപിയുടെ ബലി ഒരിക്കലും സ്വീകരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഈ ഒരു നേരത്തെ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കാറുണ്ട്. നമ്മളിൽ പലരും കർത്താവിന് എന്നെ ഒട്ടും സ്വീകരിക്കാനായിട്ട് സാധിക്കത്തില്ല, എൻ്റെ ഉള്ളു നിറച്ചും പാപമാണ്, ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്, എൻ്റെ ഉള്ളിൽ ഒരുപാട് ചീത്ത കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴേക്കും കർത്താവ് പറയുന്ന കാര്യം എങ്ങനെയാണ്? നിങ്ങളുടെ ഹൃദയം കടും ചുവപ്പാണെങ്കിലും അത് രക്തവർണ്ണമാണെങ്കിലും ഞാൻ അത് മഞ്ഞിനെ പോലെ വെണ്മയുള്ളതാക്കി തീർക്കുന്നതാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ദൈവമഹത്വം കാണുമെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ഒരിക്കലും നമ്മുടെ പാസ്റ്റ് കണ്ടിട്ട്, നമ്മുടെ കഴിഞ്ഞകാല ജീവിതം കണ്ടിട്ട് നമ്മളെ വിധിക്കുന്ന ഒരു കർത്താവല്ല. നമ്മൾ ഇപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് അനുരഞ്ജിതരാകുന്നുണ്ടോ എന്ന് നോക്കി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരിക്കലും കഴിഞ്ഞകാല ജീവിതം വെച്ചല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ എന്ത് തന്നെയായാലും, നമ്മുടെ പാപങ്ങൾ എത്ര മ്ലേച്ഛമായിട്ടുള്ളതായാലും കർത്താവിൻ്റെ തിരുരക്തത്തിന് കഴുകിക്കളയാനായിട്ട് കഴിയാത്തവണ്ണം ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കാൻ സാധ്യതയുമില്ല. അവൻ നമുക്ക് വേണ്ടി എന്നേക്കുമായിട്ടുള്ള പാപപരിഹാരമായി എന്നാണ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. നമുക്ക് സമയം കിട്ടുമ്പോൾ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 10:12, 10:10, 10:14 വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അവിടെ പറയുന്നുണ്ട്, അവൻ നമുക്കായി ഒരു ഏകബലി സമർപ്പണം വഴി നമ്മളെ പൂർണ്ണമായി അവൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ആ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അവൻ കഴുകിക്കളയും. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ ചിന്തിയ അതേ രക്തത്താലെ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയും. ആ രക്തത്തിന് കഴുകിക്കളയാൻ തക്കത്തിൽ ഒരു പാപവും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളത് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ദാവീദ്, പഴയ നിയമത്തിലുള്ള ദാവീദിനെ നമുക്കറിയാം. ദാവീദ് പാപം ചെയ്തതാണ് ഒരു പെണ്ണുമായിട്ട്. എന്നാൽ ദാവീദ് അനുദപിച്ചപ്പോൾ കർത്താവ് ദാവീദിനെ സ്വീകരിച്ചു. പിന്നീട് അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് വരുമ്പോഴേക്കും കർത്താവ് ദാവീദിനെ കുറിച്ച് പറയുന്നതാണ്, എ മാൻ ആഫ്റ്റർ മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനെ ഞാൻ ദാവീദിൽ കാണുന്നുവെന്ന്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ കണ്ട് നമ്മളെ തള്ളിവിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് ഈ ഒരു നിമിഷം നമുക്ക് തീരുമാനമെടുക്കാം, എൻ്റെ കഴിഞ്ഞകാല ജീവിതം എല്ലാം ഞാൻ മാറ്റിവെക്കാനായിട്ട് തയ്യാറാണ്. കർത്താവ് അത് എന്നേക്കുമായിട്ട് നീക്കിക്കളയും. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നീക്കിക്കളയുകയാണ് ശരി, എന്നേക്കുമായിട്ട് നീക്കിക്കളയും. ഇനി ഒരിക്കലും കർത്താവ് ആ ഒരു പാപങ്ങൾ ഓർക്കത്തില്ല. നമ്മൾ കർത്താവുമായിട്ട് അനുരഞ്ജിതരാവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ഒരിക്കലും നമ്മുടെ കഴിഞ്ഞ കാലം പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുന്ന ദൈവമല്ല, നമ്മുടെ ഫ്യൂച്ചർ പറഞ്ഞ് നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ആ കർത്താവിനെ വിശ്വസിക്കാം. കർത്താവ് പറഞ്ഞ വചനമനുസരിച്ച് നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ വചനമനുസരിച്ച് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പാപങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറയുക, ഏറ്റുപറയുന്നവന് ഐശ്വര്യമുണ്ടാകും എന്നാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്. തെറ്റ് മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകത്തില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ കർത്താവ് നമ്മളെ ക്ഷമിക്കുകയും അവൻ്റെ തിരുരാജ്യത്തിൽ നമുക്ക് എന്നേക്കും ആയിരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.